തൃപ്പൂണിത്തുറ മണ്ഡലം നിലനിർത്തുമെന്ന UDF സ്ഥാനാർത്ഥി ദീപക് ജോയ് 5 അക്ക ഭൂരിപക്ഷത്തിന് മണ്ഡലത്തിൽ വിജയിക്കുമെന്നും ദീപക് ജോയ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇസത്ത് സുൽഫിക്കർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഒരു ദിവസം മാത്രമാണ് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലം അറിയാനിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ദീപക് ജോയിയാണ്. ദീപക് ജോയിനെ പറ്റി പറയുമ്പോൾ ഈ തവണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃപ്പൂണിത്തുറ മണ്ഡലം. ഇപ്പോൾ ഇനി ഒരു ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയാനുള്ളൂ. അപ്പോൾ നാളെ അറിയാം. ഡെപ്യൂട്ടി മേയർ സ്ഥാനം രാജിവെച്ച് പുതിയൊരു പദവിയിലേക്ക് എത്തുമോ എന്നുള്ളൊരു ചോദ്യം. തീർച്ചയായിട്ടും ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ ഇനി വോട്ടെണ്ണലിലേക്ക്. ജനം വിധി എഴുതി കഴിഞ്ഞു. ഈ ദുർഭരണത്തെ 10 വർഷത്തെ ജനദ്രോഹ ഭരണത്തെ തൂത്തെറിയുന്നതിന് ജനം തയ്യാറായിരിക്കുകയാണ്. നാളെ UDF വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് വരും. കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാവും. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ണികൃഷ്ണൻ സംസാരിക്കുന്നതിനിടെ പറയുന്നു, കഴിഞ്ഞ വർഷം ദീപക് ജോയ് വൈപ്പിൻ മണ്ഡലത്തിൽ എന്നോട് പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. ഇത്തവണയും അതുപോലെ ഒരു പരാജയം നേടുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. UDFന് കഴിഞ്ഞ 30 വർഷക്കാലം നല്ല വേരോട്ടമുള്ള മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. തൃപ്പൂണിത്തുറയിൽ വലിയ വിജയം നേടാൻ UDFന് സാധിക്കും. 5 അക്കത്തിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവും. 5 അക്കത്തിൻ്റെ ഭൂരിപക്ഷം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. UDFന് 30 വർഷം നല്ല രീതിയിൽ സംരക്ഷിച്ച മണ്ഡലമാണ്, കെ ബാബു സംരക്ഷിച്ച മണ്ഡലമാണ്. അത് UDF നിലനിർത്തും വലിയ ഭൂരിപക്ഷത്തോടുകൂടി. ഈ 2020യുടെ സ്വാധീനവും അതുപോലെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു, പ്രധാനമായിട്ടും തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ. അവിടെ നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. അപ്പോൾ അത്തരം ഒരു വെല്ലുവിളികളൊക്കെ തൃപ്പൂണിത്തുറയിൽ BJPയുടെ കാൻഡിഡേറ്റ് ഇല്ല. അവരുടെ മുന്നണി സംവിധാനത്തിലാണ് മത്സരിക്കുന്നത്. അവിടെ UDFന് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ 2 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടെ നിലവിലുള്ള മുനിസിപ്പാലിറ്റി നിലനിർത്താൻ സാധിച്ചു. 2 പഞ്ചായത്തുകൾ തിരിച്ചു പിടിച്ചു. തദ്ദേശ സ്വയംഭരണ റിസൾട്ട് നല്ല റിസൾട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ വിജയം തുടരും. ഇപ്പോൾ ആ പ്രതീക്ഷയിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ. ഏതായാലും ജില്ലയിൽ ഉടനീളം വലിയൊരു ഭൂരിപക്ഷത്തിൽ തന്നെ UDF ജയിക്കുമെന്നാണ് സ്ഥാനാർത്ഥികളുടെ എല്ലാം പ്രതീക്ഷ. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ അലോഷിനോടൊപ്പം ഇസത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.